വിഷരഹിത പച്ചക്കറി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം ലക്കാസ റെസിഡൻസി രംഗത്ത്. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഇവിടെ പച്ചക്കറി കൃഷി. FIT ചെയർമാൻ R. അനിൽകുമാർ ഈ കൃഷി സംരംഭം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്തെ പ്രമുഖ സ്ഥാപനമായ ലക്കാസ റെസിഡൻസിയുടെ മുകൾ ഭാഗത്ത് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നടത്തുന്ന പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് FIT ചെയർമാൻ R. അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്കാസയുടെ മട്ടുപ്പാവിൽ ഫലവൃക്ഷ തൈകൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. വരാൻ പോകുന്ന 25 കൊല്ലക്കാലം കൊണ്ട് ലോകത്തിലെ മധ്യവികസിത വരുമാന രാഷ്ട്രങ്ങളോടൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് കൃഷിയും. കേരളത്തിനകത്ത് കാർഷിക രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, കേരളത്തിനാവശ്യമായിട്ടുള്ള പാല്, കേരളത്തിനാവശ്യമായിട്ടുള്ള മുട്ട തുടങ്ങി എല്ലാ സാധനങ്ങളും കേരളത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കുക എന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അഷറഫ് MU അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, പ്രതിപക്ഷ നേതാവ് AG ജോർജ്, കൌൺസിലർ MR ഉണ്ണികൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി KA ജോയി, CPIM കോതമംഗലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP മൈദീൻ ഷാ, കോതമംഗലം കൃഷി അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ സദി PI, അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ എൽദോ എബ്രഹാം, പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി CE നാസർ, മർക്കന്റെയിൻ ബാങ്ക് പ്രസിഡന്റ് VV ജോണി, CITU ഏരിയ സെക്രട്ടറി CPS ബാലൻ, പ്രവാസി സംഘം പ്രസിഡന്റ് സോണി ജോസ്, പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം ആശ ലില്ലി, വ്യാപാരി സമിതി തങ്ങളും യൂണിറ്റ് പ്രസിഡന്റ് PH അലിയാർ, സെക്രട്ടറി MP ജിജോ, ഏകോപന സമിതി പ്രസിഡന്റ് ബിനു പോപ്പുലർ, മഹല്ല് ജമാഅത്ത് നേതാക്കളായ ഇബ്രാഹിം വട്ടക്കുടി, നജീബ് തോട്ടത്തിക്കുളം, പ്രവാസി സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് MU റഫീഖ്, MP ഹാരിസ്, ഷാജി മക്കാർ, ഷിജാസ്, CE നാസർ, സോണി ജോസ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. വിഷരഹിത പച്ചക്കറി എന്നുള്ള സർക്കാരിന്റെ ആശയം ഏറ്റെടുത്ത് പ്രവാസിക്കൂട്ടം തുടങ്ങിയ കൃഷി സംരംഭമാണ് ഇത്. കോതമംഗലം കൃഷി ഓഫീസിന്റെ സഹായത്തോടെയാണ് വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നതെന്ന് ബന്ധപ്പെട്ടവർ മീഡിയ 60യോട് പറഞ്ഞു. നമുക്കറിയാം, വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു മുദ്രാവാക്യം കേരള സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. മട്ടുപ്പാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമികളും നന്നായി നമുക്ക് ഗുണപ്രദമാവുന്ന രീതിയിലുള്ള പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ അല്ലെങ്കിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം സർക്കാരിൻ്റെ ഉണ്ട്. പൊതുരംഗത്ത് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ കൂടി ഇത്തരത്തിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒരു നല്ല സന്ദേശമാവും എന്നുള്ളത് കൊണ്ട് ലക്കാസ റെസിഡൻസിയുടെ മുകളിൽ ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയ മുഴുവൻ എല്ലാവിധ പച്ചക്കറികളും നടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങി വെച്ചു. ഇതിൻ്റെ കൃഷിഭവനിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ടുണ്ട്. അവരുടെ ഒരു നിർദ്ദേശപ്രകാരം നന്നായി ഇത് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി മറ്റു കുറേ മരങ്ങൾ കൂടി, ഫലവൃക്ഷത്തൈകൾ കൂടി നട്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രമുഖരായിട്ടുള്ള നേതൃത്വം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്കൊക്കെ ഇതൊരു മാതൃകയാണ്. മീഡിയ 60 കോതമംഗലം.